ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ ഇത് ഞാൻ ദാസപ്പൻകുട്ടി. ഓ നീയാണോ? ചേട്ടൻ അറിഞ്ഞോ? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ചോദ്യമാണ്, വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമോ എന്ന് എന്നോടൊരാൾ ചോദിച്ചാണ്. ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. ഇത് സാങ്കല്പിക ചോദ്യമാണ്, വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന്. വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഉറപ്പായിട്ടും പോകും. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഉറപ്പായിട്ടും പോകും. അത് വാക്കല്ല, ഞാൻ കേരളത്തിലെ ജനങ്ങളോടുകൂടി പറഞ്ഞേക്കണ വാക്ക്. ഞാൻ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? സർവേകളും കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് എല്ലാ എക്സിറ്റ് സർവേയിലും പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാകുന്നത്. വേണം കയറിക്കോ. ഇതാരി നമ്മളെ പട്ടയത്ത് പപ്പനാഥ് സാറല്ലയോ?